എല്ലാവർക്കും SSC RRB മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB NTPC ഗ്രൂപ്പ് ഡി ALP മുതലായ എക്സാംസിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള പെർസെൻറ്റേജ് എന്ന ടോപ്പിക്കിൽ നിന്നും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ചെറിയൊരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറച്ച് സമയത്തിൻ്റെ പരിമിതി പോലെ നമ്മൾ വളരെ ചെറിയൊരു ക്ലാസ്സാണ്, ഏകദേശം ഒരു 4-5 ക്വസ്റ്റ്യൻസേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. വളരെ ചെറിയൊരു ക്ലാസ്സാണ്, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പെർസെൻറ്റേജിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള വളരെ കുറച്ച്, അതായത് 4-5 ക്വസ്റ്റ്യൻസ് മാത്രമുള്ള ഒരു ചെറിയ ക്ലാസ്സാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ബാക്കി ചോദ്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അടുത്ത പാർട്ടുകളായിട്ട് ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. A and B are numbers such that A is 40% larger than B. If A is decreased by 20% and B is increased by 38%, then what is the percentage increase in the total value of A and B? എയും ബിയും രണ്ട് നമ്പേഴ്സാണ്. ബിയേക്കാൾ 40% കൂടുതലാണ് എന്ത് വരുന്നത്, എ എന്ന് വരുന്നത്. അതിനുശേഷം എന്താണ്, എ 20% കുറയുന്നു, ബി എന്താണ് 38% കൂടുന്നു. അങ്ങനെയെങ്കിൽ ടോട്ടൽ വാല്യൂവിൽ എത്ര ശതമാനത്തിൻ്റെ ഇൻക്രീസ് ആണ് ഉണ്ടാകുന്നത്? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. നിങ്ങൾ എന്താണ് ഉത്തരം എങ്ങനെയാണ് ചെയ്ത് പഠിക്കുന്നതെന്ന് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് പഠിക്കണം, ചോദ്യങ്ങൾ ഏത് പാറ്റേണിലുള്ള ചോദ്യമാണ്, അല്ലെങ്കിൽ ചോദ്യത്തിലെ പ്രധാന പോയിന്റ് എന്താണ്, എന്തൊക്കെ തന്നിട്ട് എന്ത് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കാണാതെ തന്നെ പഠിക്കണം. കാരണം എന്താണ്, നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെയൊക്കെ ഉത്തരം പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു ഫോർമുല കാണും. അത് നിങ്ങൾ ഇതുപോലുള്ള ചിലപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിലെ വാല്യൂസ് മാറ്റിയൊക്കെ ആയിരിക്കും എക്സാമിന് വരുന്നത്. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. നിങ്ങൾ ആ സമയത്ത് എന്താണ്, കൺവെൻഷണൽ രീതിയിലായിട്ട് എന്താണ്, ആദ്യം ഇതിൻ്റെ ശതമാനം കണ്ടുപിടിച്ചു, എന്നിട്ട് മറ്റേതിൻ്റെ ശതമാനം കണ്ടുപിടിച്ചു, ഇനി അതും ഇതും കൂടെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് എത്രയാണോ അല്ലെങ്കിൽ ലാഭം എത്രയാണോ വരുന്നത്, അല്ലെങ്കിൽ എത്ര കൂടുതലാണോ വരുന്നതെന്ന് കണ്ടുപിടിച്ചു, പിന്നെ അതിൻ്റെ ശതമാനം കണ്ടുപിടിച്ചു. അപ്പോഴെന്താണ്, നിങ്ങൾക്ക് ഒരുപാട് സമയനഷ്ടം അവിടെ സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ ഉത്തരം പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദ്യത്തിൻ്റെ പാറ്റേൺ കാണാതെ പഠിക്കുന്നത്. നമുക്ക് ഇത് കാണുമ്പോൾ ഓർമ്മ വരണം, ഇത് ഞാൻ അന്ന് ചെയ്ത ചോദ്യമാണ്, അല്ലെങ്കിൽ അന്ന് ഞാൻ പഠിച്ച് കുറേ തവണ പഠിച്ച് റിവൈസ് ചെയ്ത ചോദ്യമാണെന്ന് നമ്മൾ ആ ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം. ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് ആദ്യം തന്നെ അത് നമ്മുടെ മനസ്സിലേക്ക് വരണം. അല്ലാതെ പിന്നെ അത് തപ്പിപ്പിടിച്ച് എന്തൊക്കെ തന്നിട്ടുണ്ട്, ഇതിന് എന്ത് നമ്മൾ കണ്ടുപിടിക്കണം, എന്ത് കണ്ടുപിടിച്ചാൽ ഇതിന് ഉത്തരം കിട്ടും, അങ്ങനെയൊന്നും ചിന്തിച്ചിരിക്കാനുള്ള സമയം നമുക്ക് ഇതുപോലുള്ള പരീക്ഷകളില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചോദ്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വരണം. ഇതെങ്ങനെ ചെയ്യണം, ആദ്യം ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിൽ വരണം, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിനെന്ത് ചെയ്യണം, നിങ്ങൾ ഈ ചോദ്യം വീണ്ടും 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 ചെയ്ത് പഠിക്കണം. നിങ്ങൾക്കിപ്പോൾ അറിയാം, ഇന്ന് നിങ്ങൾ 2 തവണ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യം അറിയാമെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ എന്താണ്, അറിയാമെങ്കിലും 3-മതും 4-മതും 5-മതും എല്ലാം അങ്ങ് ചെയ്ത് പഠിക്കണം. പിന്നീട് ഒരു 5-6 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ചെറിയ രീതിയിൽ ഇത് മറന്നെന്ന് തോന്നിക്കഴിയുമ്പോൾ എന്താണ്, വീണ്ടും ഇതേപോലെ തന്നെ 5-6 തവണ ചെയ്ത് പഠിക്കുക. പിന്നെ നിങ്ങളിത് മറക്കില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം, കൺവെൻഷണൽ രീതിയാണെങ്കിൽ എങ്ങനെ ചെയ്യാം. അപ്പം എ ബിയും രണ്ട് നമ്പേഴ്സാണ്. അപ്പം ബിയേക്കാൾ 40% കൂടുതലാണ്. അപ്പോൾ നമ്മൾ ബി എന്തെടുക്കുന്നു, 100 എന്നെടുക്കുന്നു. 100 എടുത്തു കഴിഞ്ഞാൽ 100-നേക്കാൾ 40% കൂടി എന്ന് പറഞ്ഞാൽ 100ൻ്റെ 40% 40ആണ്. അപ്പോൾ അത് 40 കൂടുതലെന്ന് പറഞ്ഞാൽ 140ആണ്. അപ്പം ബി 100 ആണെങ്കിൽ എ എത്രയായിരിക്കും, 140 ആയിരിക്കും നമ്മൾ അസ്യൂം ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, 140-ന് 20% കുറയുന്നു, 100-ന് 38% കൂടുന്നു, അതിൻ്റെ ടോട്ടൽ കാണുന്നു. ആദ്യത്തെ ടോട്ടൽ 140-ഉം 100-ഉം 240 ഇനി അതിൻ്റെ ഇൻക്രീസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ എന്താണ്, കുറേ സമയം അവിടെ പോകും. നമുക്ക് എങ്ങനെ ചെയ്യാം, 40% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 40/100 അല്ലേ. നിങ്ങൾ ഈ ശതമാനത്തിൻ്റെയൊക്കെ ഫ്രാക്ഷൻസ് കുറേ ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് ഒരു ടേബിളായിട്ട് അത് കിട്ടും, നമുക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ കിട്ടും. അല്ലെങ്കിൽ അടുത്ത ഇതിൻ്റെ പാർട്ട് ആഡ് ചെയ്യുമ്പോൾ എന്താണ്, ഇപ്പം ഞാൻ ആ ടേബിൾ തയ്യാറാക്കിയിട്ടില്ല, അടുത്ത ഇതിൻ്റെ പാർട്ട് ആഡ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ആ ടേബിളോടെ നിങ്ങൾക്ക് തരാൻ പഠിക്കാനായിട്ട്. അപ്പം 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1/5 ആണ്. കാരണം 20% എന്ന് പറഞ്ഞാൽ 20/100 എന്നല്ലേ. അതേ നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1/5 എന്ന് കിട്ടും. 40% എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2/5 കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഇത് പഠിച്ചിരിക്കുക, അതായത് 20 എന്ന് പറയുന്നത് 1/5 ആണ്, 25 എന്ന് പറയുന്നത് 1/4 ആണ്, 50% എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ബാക്കിയുള്ളതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരാൻ പറ്റും. ഇപ്പോൾ 20 1/5 ആണെന്ന് നമുക്കറിയാമെങ്കിൽ 40 എത്രയായിരിക്കും, 20ൻ്റെ ഇരട്ടിയല്ലേ 40. അപ്പം 1/5ൻ്റെ ഇരട്ടി എത്രയാണ്, 1/5 × 2 എത്രയാണ്, 2/5 ആണ്. അപ്പോൾ 40% എന്ന് പറഞ്ഞാൽ 2/5 ആണ്. അതായത് ഒരു നമ്പർ 5 ആണെങ്കിൽ അതിനേക്കാൾ 2 കൂടെ കൂടുതലായിരിക്കും എന്ത്, അടുത്ത നമ്പർ എന്ന് പറയുന്നത്. അപ്പം ബി എന്ന് പറയുന്നത് 5 ആണെങ്കിൽ എ എന്തായിരിക്കും, 5 + 2 7 ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ 40% കൂടിയതാണ് എന്ത്, എ എന്ന് പറയുന്നത്. 5ൻ്റെ 40% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 ആണ്. അതിൻ്റെ കൂടെ 40% കൂടിയാണ് എ എന്ന് പറയുന്നത്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്, എയിൽ നിന്നും എത്ര കുറഞ്ഞു, -20% കുറഞ്ഞു. ഇനി ബിയിൽ നിന്ന് എത്രയാണ്, +38% ഇതെങ്ങനെ വരും, ടോട്ടൽ 7 × -20% എത്ര, -140%. ഇത് എളുപ്പം ചെയ്യാനുള്ള വഴിയാണ് ഞാൻ പറയുന്നത്. കൺവെൻഷണൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്ലസ് 38 × 5 ടോട്ടൽ എത്ര വരും, 38% വെച്ച് 5 എണ്ണം ഉണ്ട്, 5 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എത്ര വരും, 38 × 5 എത്രയാണ്, 38 × 10ൻ്റെ പകുതിയല്ലേ. അതാണ് എളുപ്പം ചെയ്യാവുന്ന രീതി. അതാണ് 38 × 10 എന്ന് പറഞ്ഞാൽ 380 ആണ്. അതിൻ്റെ പകുതിയായിരിക്കും എത്രയാണ്,
190%. -140 + 190 എന്ന് പറയുന്നത് എത്രയാണ്? +50. +50 നമുക്ക് ചോദ്യത്തിൽ ഓൾറെഡി തന്നിട്ടുണ്ട്, ഇൻക്രീസ് ആണ്. പ്ലസ് വന്നുകൊണ്ട് എന്താണ്? ഇൻക്രീസ് ആയിരിക്കും. +50% കൊണ്ട് മറക്കരുത്. അപ്പം എത്രയിലാണ് പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ എത്രയാണ് ഇൻക്രീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ ഇവിടെ എത്രയാണ്? 7ഉം 5ഉം എത്രയാണ്? 12 വരുന്നത്. 12 ഇത് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. എത്രയാണ്? 50/12 എത്ര വരും? 12 × 4 48 വരും. റിമൈൻഡർ 2 വരും. എത്രയാണ് വരുന്നത്? 4 and 2/12 എന്ന് വരും. ഇപ്പോൾ 2ഉം 12ഉം കട്ട് ചെയ്യാമല്ലോ, എന്ത് വരും? 1/6 എന്ന് വരും. പെർസെൻറ്റേജ് ഇവിടെ ഉണ്ട് ഓൾറെഡി. അപ്പോൾ എത്രയാണ്? 4 and 1/6% എന്ന് വരും. കിട്ടിയല്ലോ ആൻസർ. എത്രയാണ്? 4 and 1/6% ഓപ്ഷൻ ബി ആണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. നമുക്ക് എന്താണ്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെയും കൺവെൻഷണൽ രീതിയിൽ പോയാലും നമുക്ക് ഒരുപാട് സമയം അവിടെ നഷ്ടമായേനെ. അപ്പോൾ ഈ പാറ്റേണിൽ വരുന്ന ചോദ്യം എവിടെ കണ്ടാലും നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് ഓർത്ത് അത് മനസ്സിലേക്ക് വരണം. അതുകൊണ്ട് നിങ്ങളത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ. A total amount of 1560 is to be divided among A, B and C such that A gets 50% of what B gets and B gets 20% of what C gets. How much will B get? എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1560 രൂപ 3 പേർക്ക് തുല്യമായിട്ടല്ല 3 പേർക്ക് വീതിച്ചു കൊടുക്കണം. എങ്ങനെയാണ്? എക്ക്, അതായത് എ ബി സി സച്ച് ദാറ്റ് എ ഗെറ്റ്സ് 50% ഓഫ് ബി ഗെറ്റ്സ്, അതായത് ബിക്ക് എത്ര കിട്ടുന്നു അതിൻ്റെ പകുതി മാത്രം. 50% എന്ന് പറഞ്ഞാൽ പകുതിയാണ്. പകുതി മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ? എക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ എന്താണ്? സിക്ക് എന്ത് കിട്ടുന്നു അതിൻ്റെ 20% മാത്രമേ ആർക്ക് കിട്ടുകയുള്ളൂ? ബിക്കും കിട്ടുകയുള്ളൂ. അപ്പോൾ എന്താണ് ഇവിടെ? നമ്മൾ റേഷ്യോ എടുക്കണം. റേഷ്യോ എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. എന്താണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുന്നത്? ഇപ്പം ഒരാൾക്ക് 10 രൂപ കിട്ടും, അടുത്താൾക്ക് 20 രൂപ കിട്ടും. അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1:2 ആണ്. കട്ട് ചെയ്ത് വരുമ്പോൾ 1:2 ആണ് ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത്. അംശബന്ധം എന്ന് പറയും. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം റേഷ്യോ നമുക്ക് കാണണം. അപ്പം A:B, A:B റേഷ്യോ. A:B:C ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. എന്നാൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. അപ്പം A:B റേഷ്യോ എത്രയാണ്? എന്താണ്? ബിക്ക് എത്ര കിട്ടുന്നോ അതിൻ്റെ പകുതിയാണ് എക്ക് കിട്ടേണ്ടത്. അപ്പം ബിക്ക് 2 ആണെങ്കിൽ എക്ക് 1 ആണ്. അപ്പം 1:2 ആണ് എന്ത്? A:B റേഷ്യോ വരുന്നത്. മനസ്സിലായില്ലേ? 50% എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. 50% 1/2 ആണ്. 50% 1/2 ആണ്. അപ്പം 2 ആണ് ഒരാളുടെ ഇതെങ്കിൽ അടുത്ത ആളുടെ എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇനി 50% കൂടുതലാണ് കിട്ടുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്രയായിരിക്കും? 2 ആണെങ്കിൽ അപ്പുറത്ത് എന്ത് വരും? 3 വരും. കാരണം ഈ ഒന്നുകൂടെ കൂടുതലാണ് കിട്ടുന്നത്. ഇപ്പം 50% കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ഈ 1 അതുപോലെ എഴുതിയത്. അപ്പോൾ 1:2 ആണ് റേഷ്യോ. ഇനി എന്താണ് പറയുന്നത്? ഓഫ് വാട്ട് ബി ഗെറ്റ്സ് ആൻഡ് ബി ഗെറ്റ്സ് 20% ഓഫ് വാട്ട് സി ഗെറ്റ്സ്. 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/5 ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം സിക്ക് കിട്ടുന്നതിൻ്റെ 20% ആർക്ക് കിട്ടുകയുള്ളൂ? ബിക്ക് കിട്ടുകയുള്ളൂ. അപ്പം സിക്ക് കിട്ടുന്നത് എത്രയാണ്? 5 ആണ്. അപ്പം നമ്മൾ അതിൻ്റെ നേരെ അത് എഴുതരുത്. കാരണം A:B:C അല്ല പറഞ്ഞിരിക്കുന്നത്. A:2Bയും B:2Cയും ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രയാണ്? സിക്ക് 5 ആണ് കിട്ടുന്നതെങ്കിൽ ബിക്ക് എത്രയായിരിക്കും കിട്ടുന്നത്? 1 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ. ഇനി നമുക്ക് A:B:Cയുടെ റേഷ്യോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് A:B തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ B:C തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് A:B:C കാണാൻ പറ്റുക? നേരെ നോക്കുക. ഇവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നിടത്തോട്ട് തൊട്ട് മുമ്പ് കിടക്കുന്നത് അങ്ങ് എഴുതി കൊടുക്കുക. 2 ആണല്ലോ തൊട്ട് മുമ്പ് കിടക്കുന്നത്. ഇവിടെ ഏതാണ് കഴിഞ്ഞ് കിടക്കുന്നത്? 1 ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് വരും? 1 × 1 എത്രയാണ്? 1 ആണ്. 1:2:10 ഇതാണ് എന്ത് റേഷ്യോ വരുന്നത്? 1:2:10 ആണ് റേഷ്യോ വരുന്നത്. ഓക്കെ. അപ്പോൾ 1560 എന്ത് ചെയ്യുക? ടോട്ടൽ എത്ര ഭാഗമാക്കാം നോക്കിയേ? 10 + 2 12 വന്നു. 13 ഭാഗമാക്കി ഭാഗിക്കുക. അതിനുശേഷം ആരുടെ ഷെയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ബിയുടെ ഷെയർ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ബിയുടെ റേഷ്യോ ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? 2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ടോട്ടൽ 1560 രൂപയുണ്ട്. അതാണ് ഈ ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത്. എത്രയാണ് റേഷ്യോ വന്നിരിക്കുന്നത്? 1 + 2 3, 3 + 10 13 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 യൂണിറ്റ് നമുക്ക് കിട്ടും. അതിനുശേഷം ബിയുടെ ഷെയർ ആണെങ്കിൽ ബിയുടെ റേഷ്യോ കൊണ്ട് എന്ത് ചെയ്യുക? ഗുണിക്കുക. അപ്പം നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. എത്ര വരും? 15ൽ 1 തവണ വരും. റിമൈൻഡർ 2 വരും. 26ൽ 2 തവണ വരും. 0 ഉണ്ട്. 120 × 2 എത്രയാണ് വരുന്നത്? 240 രൂപ ആർക്ക് കിട്ടും? ബിക്ക് കിട്ടും. നോക്കിക്കുക. ഓപ്ഷൻ ഡി എത്രയാണ്? 240 ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. 15% of a number when added to 30% of another number gives 24% of the sum of the two numbers. The bigger number is 4 more than the smaller one. What are the numbers? എന്താണ്? ഒരു നമ്പറിൻ്റെ 15% മറ്റൊരു നമ്പറിൻ്റെ 30% കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ രണ്ട് നമ്പേഴ്സ് തമ്മിൽ കൂട്ടിയതിൻ്റെ 24% കിട്ടും. അങ്ങനെയെങ്കിൽ ആ നമ്പേഴ്സ് എത്രയാണ്? ഇതിൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ബിഗർ നമ്പർ എന്ന് പറയുന്നത് സ്മോളർ നമ്പറിനേക്കാൾ 4 കൂടുതലാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ രണ്ട് നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്.
അപ്പോൾ എന്താണ് ഇത് നമുക്ക് എക്സും വൈ ഇട്ട് ചെയ്യാം. എക്സും വൈ ഇട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയായിരിക്കും. എക്സും വൈ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും. നമുക്ക് ചെയ്യേണ്ട രീതിയും അതായത് ആ ഒരു ഫോമും അത് തന്നെയാണ്. പക്ഷേ എന്താണ് എക്സും വൈ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം പോകും. നമുക്കതുകൊണ്ട് കുറച്ചുകൂടെ പെട്ടെന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഏകദേശം എന്താണ് ചെയ്യുന്ന ടെക്നിക്കെല്ലാം സെയിം ആണ്. ഒന്ന് നോക്കിയേ നിങ്ങൾ. അപ്പം ഒരു നമ്പറിനെ നമുക്ക് എന്തെടുക്കാം, എ എന്നെടുക്കാം. എയുടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് 15% ഓഫ് എ പ്ലസ് ബി മറ്റൊരു നമ്പറാണ്. മറ്റൊരു നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ബി എടുത്തു. 30% എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും കൂടെ സമ്മിൻ്റെ 24% ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ 24% എ പ്ലസ് ബിയുടെ കമ്പൈനാണ്, എന്നിട്ട് 24% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഇതിൻ്റെ അർത്ഥം എന്താണ്? എയുടെ 24% പ്രോപ്പർട്ടിയൊക്കെ മറന്നുപോയോ? ഇല്ലല്ലോ. എയുടെ 24% പ്ലസ് ബിയുടെ 24%, അതിലെ നമ്മളിങ്ങനെ കമ്പൈൻ ചെയ്ത് എ പ്ലസ് ബി ഇൻറ്റു 24%, അതായത് 24% രണ്ടിടത്തും കോമൺ ആയതുകൊണ്ട് അത് കോമൺ ആയിട്ട് പുറത്ത് എഴുതിയിരിക്കുന്നു. എ പ്ലസ് ബി ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നു. അത്രേ ഉള്ളൂ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? എ ഇൻറ്റു 24% പ്ലസ് ബി ഇൻറ്റു 24%. അത് നമുക്കറിയായിരിക്കും, നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ തൊട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ അതാണ് അർത്ഥം. ഇവിടെ എന്തുണ്ട്? 24% ഓഫ് എ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് എ 15% ഉണ്ടല്ലോ, അത് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ പ്ലസ് സിമ്പലാണ്. അപ്പോൾ ഇവിടെ പ്ലസ് ആണ് കിടക്കുന്നത്. ഇവിടെ ചെല്ലുമ്പോൾ എന്താകും? ഈക്വലിന് അപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആകും. മൈനസ് ആകുമ്പോൾ എന്ത് വരും? ഈക്വലിന് അപ്പുറത്ത് ഇവിടുന്ന് 15 അപ്പുറത്തോട്ട് മൈനസ് ചെയ്യലും. ഇവിടെ 24 ഉണ്ട് എയുടെ. എക്ക് 24% ഉണ്ട്, ഇവിടെ 15% ഉള്ളു. അപ്പോൾ ഇവിടെ വരുമ്പോൾ എത്രയാകും? 24 മൈനസ് 15 എത്രയാണ്? 9 അപ്പം എ ഇൻറ്റു 9% ആകും. അതുപോലെ ഇവിടെ ബിക്ക് 24% ഉണ്ട്, ഇവിടെ ഈക്വലിന് ഇപ്പുറത്ത് ബിക്ക് എത്രയുണ്ട്? 30% ഉണ്ട്. അപ്പോൾ 24 ഇപ്പുറത്ത് വരുമ്പോൾ എന്താകും? മൈനസ് 24 ആകും. 30 മൈനസ് 24 എത്രയാണ്? 6 ആണ്. അപ്പം ബി ഇൻറ്റു 6% ആണ്. പെർസെൻറ്റേജും നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. എന്താണ്? 6ഉം 9ഉം തമ്മിൽ 6ഉം 9ഉം 3 വെച്ച് കട്ട് ചെയ്യുക. ഇവിടെ എന്ത് വരും? 2 ആണ്, ഇവിടെ 3 വരും. നമ്മൾ ചെറുതാക്കിയെന്നേ ഉള്ളൂ, വേറെ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പം എന്താണ്? 2b ഈസ് ഈക്വൽ ടു 3a എന്ന് കിട്ടി. അപ്പം റേഷ്യോ കിട്ടിയല്ലോ. അപ്പം 2b ഈസ് ഈക്വൽ ടു 3a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ എത്രയാണ്? a ഈസ് ടു ബി എത്രയാണ്? ബിയുടെ കൂടെ കിടക്കുന്നത് 2 അല്ലേ? 2 എന്ന് പറയുന്നത് അപ്പോൾ ഏതാണ്? എയുടേതാണ്. അപ്പോൾ ബിയുടെ കൂടെ കിടക്കുന്നത് എന്താണോ? 2b ഈക്വൽ ടു 3a എന്ന് പറഞ്ഞാൽ റേഷ്യോ വരുമ്പോൾ എങ്ങനെ വരും? തിരിഞ്ഞു വരും. a ഈസ് ടു ബി വരുമ്പോൾ എന്താണ്? എയുടെ കൂടെ കിടക്കുന്നത് ബിയുടെ റേഷ്യോ ആണ്, ബിയുടെ കൂടെ കിടക്കുന്നത് എയുടെ റേഷ്യോയുമാണ്. അപ്പോൾ ബിയുടെ കൂടെ കിടക്കുന്നത് 2 അല്ലേ? 2 ആണ് എയുടെ റേഷ്യോ. അതുപോലെ തന്നെ എയുടെ കൂടെ കിടക്കുന്ന 3 അല്ലേ? അതാണ് എന്ത്? ബിയുടെ റേഷ്യോ വരുന്നത്. അപ്പം a ഈസ് ടു ബി എത്രയാണ്? 2:3 ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, 2:3 ആണെന്ത്? a ഈസ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറൊരു സംഭവം അവിടെ അവർ പറയുന്നുണ്ട്. എന്താണ്? ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4 ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഒരു അകലം അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 4 ആണെന്ന് പറയുന്നുണ്ട്. 3 - 2 എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ് വാല്യൂ. ഇവിടെ 1 ഉള്ളൂ, പക്ഷേ എത്രയാണ്? ഒറിജിനൽ വാല്യൂ എത്രയാണ്? 4 ആണ് എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഈ 2ൻ്റെ വാല്യൂ എത്രയായിരിക്കും? 4 × 2 8ഉം 3യുടെ വാല്യൂ എത്രയായിരിക്കും? 4 × 3 12ഉം അല്ലേ? കാരണം ഇത് തമ്മിലുള്ള ഡിഫറൻസിൻ്റെ വാല്യൂ 4 ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത് തമ്മിൽ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 1 ആണ് കിട്ടിയത്. പക്ഷേ ആക്ച്വൽ വാല്യൂ ക്വസ്റ്റനിൽ പറയുന്നത് എത്രയാണ്? 4 ആണ്. അതായത് ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 4 ആണെന്ന് നമുക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ 2 യൂണിറ്റിൻ്റെ വാല്യൂ 4 × 2 8ഉം 3 യൂണിറ്റിൻ്റെ വാല്യൂ 12 അല്ലേ? അപ്പം നമ്പേഴ്സ് എയും ബിയും എത്രയാണ്? 8ഉം 12ഉം അല്ലേ? നോക്കിക്കേ, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. If Anju scored 68 out of 80 in Hindi, 46 out of 60 in Mathematics, 74 out of 90 in Science and 34 out of 45 in English, in which subject did Anju score maximum percentage of marks? ഓക്കെ, അഞ്ജുവിന് കിട്ടിയ മാർക്കുകളാണ് ഈ പറയുന്നത്. ഇതിൽ മാക്സിമം പെർസെൻറ്റേജ് അഞ്ജുവിന് ഏത് സബ്ജക്റ്റിനാണ് കിട്ടിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓരോന്നിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചാൽ മതി. ഓരോന്നിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക് കുറേ സമയമാവും. നമുക്ക് എങ്ങനെ മാക്സിമം കുറച്ച് സമയം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇതെങ്ങനെ ചെയ്താലും എന്താണ് കുറച്ച് സമയം എടുക്കും. കാരണം പെർസെൻറ്റേജ് ഒക്കെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ പ്രത്യേകിച്ച് സമയം എടുക്കും പെർസെൻറ്റേജ് ഒക്കെ കണ്ടുപിടിച്ച് വരണമെങ്കിൽ. മാക്സിമം നമുക്ക് എങ്ങനെ ഇത് ഷോർട്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, മാർക്കുകൾ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. ഹിന്ദിക്ക് എത്രയാണ് വന്നിരിക്കുന്നത്? 68/80 ആണ് വന്നിരിക്കുന്നത്. ഇനി മാത്തമാറ്റിക്സ് എത്രയാണ്? 46/60 ആണ് വന്നിരിക്കുന്നത്. അടുത്ത എത്രയാണ്? സയൻസിന് 74/90 ആണ് വന്നിരിക്കുന്നത്. അടുത്ത എത്രയാണ്? 34/45 ആണ് എന്ത്? ഇംഗ്ലീഷിന് വന്നിരിക്കുന്നത് 34/45. നോക്കിയാൽ ഡിനോമിനേറ്റേഴ്സ് നോക്കി 90 45. എന്താണ് നമുക്ക് 45നെ ഈസി ആയിട്ട് 90 ആക്കാം. എന്താണ്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും? മുകളിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഈ 34 എന്താകും? 68/90 എന്നാകും. അപ്പോൾ 90-ൽ 74 മാർക്കാണോ 90-ൽ 68 മാർക്കാണോ കൂടുതൽ പെർസെൻറ്റേജ് ഉള്ളത്? 74 അല്ലേ? ഇപ്പോൾ എന്താണ്? ഇതല്ല, എന്തായാലും ഇംഗ്ലീഷ് അല്ലെന്ന് നമുക്ക് ഉറപ്പായി. ഇനി അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, 60ഉം 80ഉം ആണ്. 60ഉം 80ഉം വരുമ്പോൾ എന്താണ്? LCM കാണാൻ എളുപ്പമാണ്. എന്താണ്? 80ൻ്റെ 60ൻ്റെ LCM എത്രയാണ്?
240 ഇവിടെ ഒരു 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അതുപോലെ ഇവിടെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ മുകളിലും നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ 68 ഇൻറ്റു 3 എത്രയാണ്? 60 ഇൻറ്റു 3 180 8 ഇൻറ്റു 3 24 അപ്പോൾ എത്രയാണ്? 160ഉം 60 ഇൻറ്റു 3 180ഉം 24 എത്രയായി? 204 46 ഇൻറ്റു 3 എത്രയാണ്? 40 ഇൻറ്റു 3 120 6 ഇൻറ്റു 3 18 138. അപ്പോൾ ഏതാണ് വലുത്? 204 അല്ലേ വലുത്. അപ്പോൾ എന്താണ് ഈ 46/60? 46/60 ഏതാണ്? മാത്സും അല്ലെന്ന് നമുക്ക് മനസ്സിലായി. പിന്നുള്ളത് ഏതാണ്? രണ്ടെണ്ണം ഹിന്ദിയും അതുപോലെ തന്നെ ഏതാണ്? സയൻസുമാണുള്ളത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഇത് മാത്രം നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് നോക്കാം. 68/80 അല്ലേ ഇൻറ്റു 100 എത്രയാണ്? 68 0 പോയി 4 വെച്ച് ചെയ്യാം. ഇവിടെ 2 വരും. ഇവിടെ എത്ര വരും? 1 28 7 വരും. ഓക്കെ, ഇവിടെ എത്ര വരും? 5. 17 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 17 ഇൻറ്റു 5 85% എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഹിന്ദിക്ക് 85% ഇനി അടുത്ത ഏതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? സയൻസ് അല്ലേ. സയൻസ് എന്ന് പറയുന്നത് 74/90 ഇൻറ്റു 100 ആണ്. 0 0 പോയി 740/9 നോക്കാം. 740/9 8 വരും. 72 വരും. റിമൈൻഡർ എത്രയാണ് വരുന്നത്? താഴേക്ക് എഴുതുകയാണ്. നിങ്ങൾക്ക് ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടും താഴേക്ക് എഴുതുകയാണ്. 4 2 പോയ 2 0. 20 എത്ര ഉണ്ട്? 2 തവണയേ ഉള്ളൂ. ബാക്കി പോയിന്റ് വരും. പക്ഷെ നമുക്ക് എന്താണ് ഇവിടം വരെ ചെയ്താൽ മതി. ഇത് 85 കിട്ടി. ഇത് 82 പോയിന്റ് സംതിങ് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ 85 അല്ലേ വലുത്. അപ്പോൾ ഏതിനായിരിക്കും മാക്സിമം മാർക്കുള്ളത്? ഹിന്ദിക്കായിരിക്കും മാക്സിമം മാർക്കുള്ളത്. അപ്പോൾ എന്താണ് നമുക്ക് 4 പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ട ആവശ്യം വന്നില്ല. ഓൾറെഡി നമുക്ക് 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റി. പിന്നീട് 2 മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതും മുഴുവൻ ചെയ്യേണ്ടി വന്നില്ല. ഒരെണ്ണം നമുക്ക് 85 കിട്ടി. മറ്റേത് 82 പോയിന്റ് ആണെന്ന് കിട്ടിയപ്പോൾ തന്നെ 82 വന്നപ്പോൾ തന്നെ നമുക്ക് ഉറപ്പായി ഏതാണ് വലുതെന്നുള്ളത്. 85% വലുത്. ഏതാണ്? ഹിന്ദിക്കാണ് 5 ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് മാർക്ക് കിട്ടുന്നത്. If the length of a rectangle is increased by 80% and the breadth by 20%, what will be the increase in area? ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ്? ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയയല്ല ലെങ്ത് 80% കൂട്ടി അല്ലെങ്കിൽ ബ്രെഡ്ത്ത് 20% കൂട്ടിയെങ്കിൽ ടോട്ടൽ ഏരിയയിൽ എത്ര ശതമാനത്തിൻ്റെ വ്യത്യാസമാണ് വരുന്നത്, അല്ലെങ്കിൽ എത്ര ശതമാനത്തിൻ്റെ ഇൻക്രീസ് ആണ് വരുന്നതെന്ന്. അപ്പോൾ എന്താണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു നമ്പർ എടുക്കും ലെങ്തും ബ്രെഡ്ത്തുമായിട്ട്. എന്നിട്ട് ലെങ്തിൻ്റെ 80% കൂട്ടി നോക്കും, ബ്രെഡ്ത്തിൻ്റെ 20% കൂട്ടും. എന്നിട്ട് ടോട്ടൽ കാണും. ടോട്ടലിൽ എത്ര ശതമാനത്തിൻ്റെ ഇൻക്രീസ് ഉണ്ടായെന്ന് നോക്കും. എന്താണ്? സമയനഷ്ടമാണ്. അതുകൊണ്ട് എന്താണ് ഇവിടെ എഴുതി വെച്ചോണം. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. സക്സസീവ് ആയതുകൊണ്ട് ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100. എന്താണ്? എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100 ആണ് ഇവിടുത്തെ ഇക്വേഷനായിട്ട് വരുന്നത്. എന്താണ്? എ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇൻക്രീസ് ചെയ്ത സംഭവത്തിനാണ് ഓരോന്ന് ലെങ്തിൻ്റെ ഇൻക്രീസ്, ബ്രെഡ്ത്തിൻ്റെ ഇൻക്രീസ്. അതിനെയാണ് ഈ പറയുന്നത് എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100 ആണ് ഇക്വേഷൻ വരുന്നത്. സക്സസീവ് ആയതുകൊണ്ട് തന്നെ. അപ്പം ഇങ്ങനെ ലെങ്തും ബ്രെഡ്ത്തും ഇൻക്രീസ് വന്നിട്ട് ടോട്ടൽ ഏരിയയിൽ എത്രയാണ് ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഇക്വേഷൻ ഏതാണ്? എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100 ആണ്. എ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 80 ആണ്. പ്ലസ് ബി പ്ലസ് 80 ഇൻറ്റു 20. 80 ഇൻറ്റു 20 ആണ് എ ബി എന്ന് പറയുന്നത്. ബൈ 100 ആണ്. 2 0 കട്ട് ചെയ്ത് പോയില്ലേ. അപ്പോൾ എത്രയാണ്? 80 പ്ലസ് 20 എത്രയാണ്? 100 ആണ്. 8 ഇൻറ്റു 2 എത്രയാണ്? 16 ആണ്. 100 പ്ലസ് 16 എത്രയാണ്? 116% എന്ത് ചെയ്തു? ഇവിടെ ഇൻക്രീസ് ഉണ്ടായി. ഓപ്ഷൻ ബി ആണ്. വളരെ പെട്ടെന്ന് കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ തന്നു, ഇങ്ങനത്തെ ചോദ്യം സ്ഥിരം വരുന്നതാണ്. ഒരു റെക്റ്റാങ്കിൾ തന്നിട്ട് ലെങ്ത് ഇത്ര ശതമാനം ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ ഇനി തരുന്ന എന്തായിരിക്കും? ഡിക്രീസ് ചെയ്തെന്നായിരിക്കും തരുന്നത്. അപ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ഇവിടെ വരും? ഇവിടെ വാല്യൂ വരുമ്പോൾ അത് മൈനസ് ആവും. അത്രയേ ഉള്ളൂ. ഇൻക്രീസ് വരുമ്പോൾ പ്ലസ് ആവും, ഡിക്രീസ് ആണ് വരുന്നതെങ്കിൽ മൈനസ് ആവും. നിങ്ങൾക്ക് എന്താണ്? ടോട്ടൽ ഏരിയയിൽ ഡിക്രീസ് ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100. ഓർത്ത് വെച്ചോണം. റെക്റ്റാങ്കിളിൻ്റെ കേസിൽ ലെങ്ത് കൂടി ബ്രെഡ്ത്ത് കൂടി അതിനുശേഷം ഏരിയയിൽ എത്ര കൂടി എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ വന്നു, അല്ലെങ്കിൽ ലെങ്ത് കുറഞ്ഞു ബ്രെഡ്ത്ത് കുറഞ്ഞു ഏരിയയിൽ എത്ര കുറഞ്ഞു എന്ന് ചോദിച്ചൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ട ഫോമാറ്റ് അല്ലെങ്കിൽ അത് ചെയ്യേണ്ട ഇക്വേഷൻ ഓർത്ത് വെച്ചോണം. എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100 ആണ്. മറക്കരുത്. എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100. എയും ബിയും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇനി എ 20 എടുക്കാം, ബി 80 തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഉത്തരം എന്താണ്? സെയിമേ വരത്തുള്ളൂ. പക്ഷേ മൈനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. സിമ്പിൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ മൈനസ് വരുന്ന ചോദ്യങ്ങളൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇക്വേഷൻ ഓർത്തോണം. എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100 ആണ്. 116%. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഉത്തരവായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. സുജാത ബൈസ് 9 apples and 8 mangoes for ₹276. When the cost of an apple is decreased by 10% and that of a mango remains same, then the cost of 5 apples and 10 mangoes is 210. What is the original cost of 4 apples and 3 mangoes? സുജാത 6 ആപ്പിളുകളും 9 ആപ്പിളുകളും അതുപോലെ തന്നെ 8 മാമ്പഴങ്ങളും 276 രൂപയ്ക്ക് വാങ്ങിക്കുന്നു. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഓരോ ആപ്പിളിനും 10% വീതം വില കുറയുന്നു. ഓരോ ആപ്പിളിനും 10% വീതം വില കുറയുന്നു. മാമ്പഴത്തിൻ്റെ വില എന്താണ്?
അതുപോലെ തന്നെ മാറ്റമൊന്നുമില്ലാതെ നിൽക്കുന്നു. അപ്പം വാങ്ങിച്ചപ്പോൾ അപ്പോൾ എന്താണ് ഒരു 5 ആപ്പിളുകളും 10 മാമ്പഴങ്ങളും വാങ്ങിച്ചപ്പോൾ എത്ര രൂപയായി? 210 രൂപയായി. അങ്ങനെയെങ്കിൽ ഒറിജിനൽ വില 4 ആപ്പിളിനും 3 മാമ്പഴത്തിനോടുള്ള ഒറിജിനൽ വില, അതായത് ആദ്യത്തെ വിലയ്ക്കാണ് വാങ്ങിക്കുന്നതെങ്കിൽ 4 ആപ്പിളിനും 3 മാമ്പഴത്തിനൂടെ എത്ര രൂപയാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ ഒരു 10 ആപ്പിൾ ഉണ്ടെന്നിരിക്കുക. എത്രയാണ്? 10 ആപ്പിളുണ്ട് നമ്മുടെ കയ്യിൽ. ഓരോ ആപ്പിളിനും 10 രൂപ വെച്ചാണെങ്കിൽ 10 ആപ്പിളിന് എത്ര രൂപയായി? 100 രൂപയായി. ഇനി ഓരോ ആപ്പിളിനും 10% വെച്ച് കുറയുന്നു. അതായത് ഓരോ ആപ്പിളിൻ്റെയും വില 10 രൂപയാണ്. 10 രൂപ എന്ന് പറയുമ്പം എത്ര വരും? 10 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ 1 രൂപയാണ്. അപ്പോൾ 1 രൂപ വെച്ച് കുറയും. 1 രൂപ വെച്ച് കുറയുമ്പോൾ 9 രൂപയായി ഓരോ ആപ്പിളിനും. ടോട്ടൽ എത്രയായി? 90 രൂപയായി 10 ആപ്പിളിന്. അപ്പം ടോട്ടൽ നമുക്ക് എന്ത് കിട്ടി? 90% വില കൊടുത്താൽ മതി നമ്മൾ. 100%ത്തിൽ നിന്ന് 10% വെച്ചാണ് ഓരോന്നിനും കുറയുന്നതെങ്കിൽ നമ്മൾ എത്ര ശതമാനം കൊടുത്താൽ മതി? 90% കൊടുത്താൽ പോരെ? 90%ൻ്റെ വില കൊടുത്താൽ മതി. നമുക്ക് 100% എന്ന് പറഞ്ഞാൽ ഇവിടെ 100ആണ്. നമ്മളെന്താണ്, ഓരോ ആപ്പിളിനും 10% വെച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കൊടുത്താൽ മതി? 90% വില കൊടുത്താൽ മതി. അതായത് 9 ആപ്പിളിൻ്റെ വില കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. ആപ്പിൾ എത്രയാണുള്ളത്? 9 ആണുള്ളത്. മാംഗോ എത്രയാണ്? 8 ആണുള്ളത്. ഇത് എത്രയാണ് വരുന്നത്? 276 എന്നാണ് പറഞ്ഞത്. ഇനി നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓരോ ആപ്പിളിനെയും 10% കുറയുകയാണ്. 10% വെച്ച് കുറയുമ്പോൾ നമ്മൾ എത്ര ശതമാനം വില കൊടുത്താൽ മതി? 90% വില കൊടുത്താൽ പോരെ? 90% വില കൊടുക്കുമ്പോൾ ഇവിടെ എത്രയാണുള്ളത്? എത്ര ആപ്പിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 5 ആപ്പിൾസ് ആണ്. അപ്പോൾ 5 ആപ്പിൾസ് വാങ്ങിക്കേണ്ട, 5 ആപ്പിൾസാണ് നമുക്ക് വാങ്ങിക്കേണ്ടത്. പക്ഷേ നമ്മൾ ശരിക്കും അവിടെ എത്ര ആപ്പിളിൻ്റെ പൈസയാണ്? 5 ആപ്പിളാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ശരിക്കും എത്ര ആപ്പിളിൻ്റെ പൈസയാണ് കൊടുക്കേണ്ടത്? അതായത് 90% വില കൊടുത്താൽ മതി. കാരണം ഓരോ ആപ്പിളിനും 10% വെച്ച് കുറഞ്ഞു. അപ്പോൾ ഓരോ ആപ്പിളിനും 10% വെച്ച് കുറയുമ്പോൾ ഓരോ ആപ്പിളിനും നമ്മൾ എത്ര വിലയാണ് കൊടുക്കേണ്ടത്? 100ൽ നിന്ന് 10% കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ എത്രയാണ് കൊടുക്കേണ്ടത്? 90 അല്ലേ കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോ ആപ്പിളിനും നമ്മൾ 90% വില കൊടുത്താൽ മതി. ഒറിജിനൽ വിലയുടെ 90% മാത്രം വില കൊടുത്താൽ മതി. അപ്പോൾ 5 ആപ്പിളിന് നമ്മൾ 90% വില മാത്രം കൊടുത്താൽ മതി. എത്രയാവും? 9/2 4.5 ആപ്പിൾ. അതായത് ശരിക്കും നമ്മൾ 5 ആപ്പിൾ വാങ്ങിക്കുന്നു. എത്ര ആപ്പിളിൻ്റെ പൈസയ്ക്കാണ് നമ്മൾ വാങ്ങിക്കുന്നത്? 4.5 ആപ്പിളിൻ്റെ പൈസയ്ക്കാണ് വാങ്ങിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അതേ വിലയായിരുന്നെങ്കിൽ, ആപ്പിളിന് ആദ്യത്തെ അതേ വിലയായിരുന്നെങ്കിൽ നമുക്ക് ഈ വിലയ്ക്ക് എത്ര ആപ്പിളെ കിട്ടുകയുള്ളൂ? 4.5 ആപ്പിളുകൾ മാത്രമേ കിട്ടുകയുള്ളൂ. കുറഞ്ഞതുകൊണ്ടാണ് നമുക്ക് 5 ആപ്പിൾ കിട്ടിയത്. അപ്പോൾ ആദ്യത്തെ വിലയായിരുന്നെങ്കിൽ നമുക്ക് 4.5 ആപ്പിളുകളെ മാത്രമേ കിട്ടുകയുള്ളായിരുന്നു. മാമ്പഴത്തിൻ്റെ വില കുറഞ്ഞോ കൂടുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ മാമ്പഴം എത്രയാണ് വാങ്ങിച്ചിരിക്കുന്നത്? 10 മാമ്പഴമാണ് വാങ്ങിച്ചിരിക്കുന്നത്. എത്രയായി? 210 ഓക്കെ, നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഇനി എന്താണ്, ഏതെങ്കിലും ഒരു വാല്യൂ കളയാൻ എളുപ്പമല്ലേ? ഇതാ ഇവിടെ 4.5 ആണ്. അവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇത് എത്ര ആവും? ഇത് 9 ആവും. അതുപോലെ ഇത് എത്ര ആവും? 20 ആവും. ഇതെത്രയാവും? 420 ആവും. എന്നിട്ട് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. തിരിച്ചാണ് മൈനസ് ചെയ്യേണ്ടത്. 276 420 മൈനസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് നമുക്കറിയാമല്ലോ. 9 0 ആയി പോകും. 20ൽ നിന്ന് 8 പോയി കഴിഞ്ഞാൽ എത്രയാവും? 12 മാമ്പഴത്തിൻ്റെ വില നമുക്ക് എത്രന്ന് കിട്ടും? 420ൽ നിന്ന് 276 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 6ൽ നിന്ന് 0ൽ നിന്ന് 6 പോകത്തില്ല. അപ്പോൾ എന്താണ്? 4 വരും. ഓക്കെ, അടുത്ത എത്രയാണ്? 1 ആണ്, 11 ആണ്, 4 വരും. എത്രയാണ്? 1 വരും. 144 എന്ന് കിട്ടി. 12 മാമ്പഴത്തിൻ്റെ വില 144 ആണ്. അപ്പം ഒരു മാമ്പഴത്തിൻ്റെ വില എത്രയായിരിക്കും? 144/12 എത്രയാണ്? 12. കാരണം 12 × 12, 12ൻ്റെ സ്ക്വയർ അല്ലേ 144. അപ്പോൾ 144 12 ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 12 ആണ് കിട്ടുന്നത്. അപ്പോൾ ഒരു മാമ്പഴത്തിൻ്റെ വില നമുക്ക് 12 എന്ന് കിട്ടി. അപ്പോൾ ഒരു മാമ്പഴത്തിൻ്റെ വില 12 ആണെങ്കിൽ 20 മാമ്പഴത്തിൻ്റെ വില എത്രയായിരിക്കും? അല്ലെങ്കിൽ 8 മാമ്പഴത്തിൻ്റെ വില എത്രയായിരിക്കും? കണ്ടുപിടിക്കാമല്ലോ. എത്രയാണ്? 12 × 8 ചെയ്താൽ പോരെ? 12 × 8 എത്രയാണ്? 90. 12 × 8 6, 96ആണ്. 12 × 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 96 ആണ്. അപ്പോൾ 9 ആപ്പിളിൻ്റെ വില കണ്ടുപിടിക്കാമല്ലോ. 276ൽ നിന്ന് 96 കുറച്ചാൽ പോരെ? 276ൽ നിന്ന് 96 കുറച്ചാൽ എത്ര കിട്ടും? 7, 9 കിട്ടും. 180 എന്ന് കിട്ടില്ലേ? അപ്പം 9 ആപ്പിളിൻ്റെ വില 180 ആണെങ്കിൽ ഒരാപ്പിളിൻ്റെ വില എത്രയാണ്? 180/9 എത്രയാണ് കിട്ടുന്നത്? 20 കിട്ടും. ഒരാപ്പിളിൻ്റെ വില എത്ര കിട്ടും? 20 എന്ന് കിട്ടും. ഇപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്രയാണ്? വാട്ട് ഈസ് ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് 4 ആപ്പിൾസ് ആൻഡ് 3 മാംഗോസ്? അപ്പോൾ 4 ആപ്പിൾസിൻ്റെ വില എത്രയായിരിക്കും? ഒരാപ്പിളിൻ്റെ വില നമുക്ക് 20 എന്ന് കിട്ടി. ഒരാപ്പിളിൻ്റെ വില 20 ആണെങ്കിൽ 4 ആപ്പിളിൻ്റെ വില എത്രയായിരിക്കും? 20 × 4 80 ആണ്. ഒരു മാംഗോയുടെ വില 12 ആണെങ്കിൽ 3 മാംഗോസിൻ്റെ വില എത്രയാണ്? 36 ആണ്. അപ്പോൾ എത്രയാണ്? 80 36 എത്രയാണ് കിട്ടുന്നത്? 116 എന്ന് നമുക്ക് കിട്ടും. ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ഉത്തരവായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ കോസ്റ്റ് ഓഫ് എ വാഷിംഗ് മെഷീൻ ഈസ് 40% ലെസ് ദാൻ ദ കോസ്റ്റ് ഓഫ് എ TV. If the cost of washing machine increased by 18% and that of the TV decreases by 10%, then what will be the change in total cost of 5 washing machines and 2 TVs? എന്താണ്? വാഷിംഗ് മെഷീന് TVയേക്കാൾ 40% വില കുറവാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ഒരു പാറ്റേൺ നമ്മൾ ആദ്യം ചെയ്തതാണ്. അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് പാറ്റേൺ ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കണമെന്ന്. കാരണം എന്താണ്? ചോദ്യം കാണുമ്പോഴേ എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ലാസ്റ്റിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ടോട്ടൽ ചേഞ്ച് എത്രയാണ്? അല്ലെങ്കിൽ ഡിക്രീസ് ആണോ ഇൻക്രീസ് ആണോ?
ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഓപ്ഷൻ ഞാൻ തരാഞ്ഞതാണ്. കാരണം ഡിക്രീസ് ആണോ ഇൻക്രീസ് ആണോ എന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് ഓപ്ഷൻ നോക്കിയൊന്നും ചെയ്യാതെ നിങ്ങൾ തന്നെ ആദ്യം ഒരു ചോദ്യം തന്നെ ചെയ്ത് നോക്കുക. 40% എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഫ്രാക്ഷൻ 2/5 ആണ്. ഇനി നിങ്ങൾക്ക് ഫ്രാക്ഷൻ അറിയത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്താണ് 40/100 എടുത്താൽ മതി. അത് കട്ട് ചെയ്ത് വരുമ്പോൾ 2/5 ആകും. അല്ലെങ്കിൽ എന്താണ് 1ന്റെ വില 100 എടുത്തു കഴിഞ്ഞാൽ മറ്റേത് എന്തായിരിക്കും? 40 കുറവായിരിക്കും. ലെസ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? 40 കൂടെ കുറവായിരിക്കും. അപ്പോൾ എത്ര വരും? 60 ആയിരിക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ കുറച്ച് കൂടുതൽ വരും. സമയം അതിനനുസരിച്ച് എടുക്കുകയും ചെയ്യും. ഫ്രാക്ഷൻ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ. വാഷിംഗ് മെഷീൻ ഉണ്ട്, ടി വി ഉണ്ട്. ടി വിയുടെ വിലയല്ലേ കൂടുതൽ? ടി വിയേക്കാളും 40% കുറവല്ലേ? അപ്പോൾ ഏതാണ്? 5 ടി വിയുടേതാണ്. അതിൽ നിന്നും 2 കുറവാണ് എന്ത്? വാഷിംഗ് മെഷീൻ വരുന്നത്. എത്രയാണ്? 5ൽ നിന്ന് 2 പോയാൽ 3 ആണ് വാഷിംഗ് മെഷീൻ്റെ വരുന്നത്. അപ്പോൾ റേഷ്യോ കിട്ടി. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാഷിംഗ് മെഷീൻ്റെ വില 18% പ്ലസ് 18% കൂടുകയും ടി വിയുടെ വില എന്താണ്? പ്ലസ് അല്ല മൈനസ് 10% കുറയുകയാണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം -10 ആണ്. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ 5 വാഷിംഗ് മെഷീൻ എത്രയായി? 5 ആയി. 2 ടി വിയുടെയും വിലയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടിടത്തും 5 ഉണ്ട്. നോക്കിക്കേ, രണ്ടിടത്തും 5 ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ അങ്ങ് കട്ട് ചെയ്യാം. കാൽക്കുലേഷൻ ആ ഒരു സിമ്പിൾ ആക്കാൻ വേണ്ടി ഇവിടുന്ന് തന്നെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. ബാക്കി നോക്കാം. ഓക്കെ. 18 × 3 എത്രയാണ് വരുന്നത്? 54 പ്ലസ് 54% ഇതെത്രയാണ് വരുന്നത്? -20% വരും. അപ്പോൾ ടോട്ടൽ ചേഞ്ച് നമുക്ക് കിട്ടി. പ്ലസ് 54 മൈനസ് 20 എത്രയാണ്? പ്ലസ് 34% എത്ര ശതമാനം? ഡിക്രീസ് ആണോ ഇൻക്രീസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം പ്ലസ് 34% എന്ന് വന്നുകൊണ്ട് തന്നെ എന്താണ്? ഡിക്രീസ് അല്ല ഇൻക്രീസ് ആണെന്ന് മനസ്സിലായി. ഇനി എത്രയാണെന്നുള്ള കണ്ടുപിടിക്കണം. ടോട്ടൽ എത്രയാണ് ഇവിടെ? 3, 2 3 2 എത്രയാണ്? 5 ആണ് വരുന്നത്. പ്ലസ് 34/5% എന്താണ്? ഇൻക്രീസ് ആണ്. 34/5 എന്ന് പറഞ്ഞാൽ 34/5 എന്താണ്? ഓപ്ഷനിൽ കാണില്ല. അപ്പോൾ എന്ത് ചെയ്യുക? 34നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര വരും? 5 6 30, റിമൈൻഡർ 4 എത്രയാണ് വരുന്നത്? 6 and 4/5% ഇൻക്രീസ് ആണ് വരുന്നത്. 6 and 4/5% ഇൻക്രീസ് ആണ് വരുന്നത്. ഇനി ഡെസിമലിലാണ് തന്നിരിക്കുന്നതെങ്കിൽ എങ്ങനെ എഴുതും? 34/5% വരുന്നത്. 34/5 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി എന്താണ്? ഒരു 2/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? അത് 68/10 വരില്ലേ? അങ്ങനെയൊക്കെ പെട്ടെന്ന് ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരണം. ഇനി 34/5 ചെയ്യാൻ അറിയാവുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ 34/5 എത്രയാണെന്ന് മനസ്സിൽ പെട്ടെന്ന് കൂട്ടി എഴുതാൻ പറ്റുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്താ? മേളിലും താഴെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുക. അപ്പോൾ എന്ത് വരും? അത് 68/10 എന്നാവും. വാല്യൂവിൽ മാറ്റം വരുന്നുണ്ടോ? ഇല്ല. 10 വെച്ച് ഡിവൈഡ് ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗം എന്താണ്? ഒരു പോയിന്റ് മാറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു പ്ലേസ് മാറ്റിയിട്ട് ഡെസിമൽ ഇട്ട് കൊടുത്താൽ പോരെ. എപ്പോഴാണ് 6.8 എന്ന് കിട്ടി. അപ്പം 6.8% ഇൻക്രീസ് ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇനി ഫ്രാക്ഷനിലാണെങ്കിൽ ഫ്രാക്ഷനാക്കി എഴുതുക. മിക്സഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ മിക്സഡ് ഫ്രാക്ഷനാക്കി എഴുതുക. ഇനി ഡെസിമലിലാണെങ്കിൽ ഡെസിമലിലാക്കി എഴുതുക. ചിലപ്പോൾ നമുക്ക് കറക്റ്റായിരിക്കും ഉത്തരം കിട്ടും. നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ അങ്ങനെ ഉത്തരമേ കാണില്ല. അതിന് കാരണം എന്താണ്? ഒന്നുകിൽ അത് മിക്സഡ് ഫ്രാക്ഷനിലായിരിക്കും, അല്ലെങ്കിൽ അത് ഡെസിമൽ സിസ്റ്റത്തിലായിരിക്കും കിടക്കുന്നത്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓപ്ഷനൊക്കെ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കണം. ഏത് രീതിയിലാണ് അതിൻ്റെ ആൻസർ കിടക്കുന്നത് നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ ഉത്തരം നമുക്ക് ഫ്രാക്ഷനിലാണ് കിട്ടുന്നതെങ്കിൽ ഓപ്ഷൻസിലെല്ലാം ഡെസിമലിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക. അല്ലാതെ ഉത്തരം നമുക്ക് കിട്ടി, നമുക്ക് ഫ്രാക്ഷനിലാണ് കിട്ടിയത്, നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ഫുൾ ഡെസിമലിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം തെറ്റിയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? നമ്മൾ ആ ഫ്രാക്ഷനിൽ കിടക്കുന്നതിന് എന്ത് ചെയ്യുക? ഡെസിമലിലാക്കിയിട്ട് നോക്കുക. എന്നിട്ടും തെറ്റാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? വീണ്ടും ചെയ്ത് നോക്കുക. വീണ്ടും ഉടനെ ചെയ്ത് നോക്കല്ലേ. ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിട്ട് അവസാന സമയമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടുത്തെ ഉത്തരം നമുക്ക് എത്രയാണ് കിട്ടിയത്? 6.8% അല്ലെങ്കിൽ എന്താണ്? 6 and 4/5% ഇൻക്രീസ് ആണ് ഇവിടെ ടോട്ടൽ വാല്യൂവിൽ സംഭവിക്കുന്നത്.